വാങ്ങാൻ വരുന്നവർ മത്തീനെ നോക്കി എൻ്റെ പൊന്നു മത്തി എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ എറണാകുളത്തുള്ളത്. കാരണം പൊന്നിൻ്റെ വിലയാണ് മത്തിക്ക്. ഇതാ കിടക്കുന്നു. ഈ കടയിലൊക്കെ വളരെ കുറച്ച് മാത്രം മത്തിയുള്ളൂ. നമുക്കിതാ കടയിൽ നോക്കാം. ആൾക്കാർ അത്രേ വാങ്ങുന്നുള്ളൂ. പലരും കണ്ട് നോക്കി ഇതാ ഒന്ന് തൊട്ടൊക്കെ നോക്കി പോകുന്ന അവസ്ഥയിലാണ് മത്തിയുള്ളത്. നെയ്ച്ചാള എന്നൊക്കെ പറയും. മുട്ടുള്ള സമയമാണ്. അപ്പോൾ ആൾക്കാർ നോക്കിയിട്ട് എൻ്റെ പൊന്നു മത്തി ഇത് എങ്ങോട്ടാണ് ഈ വില കുതിച്ച് കയറുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം. 380, 400 കയറി. അല്പം ഒന്ന് താന്നിപ്പോൾ 340, 360 ആണ്. 2 ദിവസമായിട്ട് ഇവിടെ വന്ന് ഇത് കിട്ടാനില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീരും. ഇന്നെന്തായാലും 1 കിലോ കിട്ടും. പച്ചക്കറി ആണെങ്കിൽ തക്കാളിക്ക് 100 രൂപ, പച്ചമുളകിന് 180 അങ്ങാണ്ട്, ഇഞ്ചിക്ക് 280 രൂപ. സാധാരണക്കാരനെങ്ങനെ ജീവിക്കും? ഒന്ന് വന്ന് കണ്ട് തൊട്ട് പോകും. നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന പോലെ ഇതിലേക്ക് വന്ന് തൊട്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഇത് മാത്രം. ഇത് ഇവിടെ വന്ന് മണപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി ചോറ് കഴിച്ചാൽ മതിയല്ലോ. അതാണ് ഇപ്പോഴത്തെ ഏക ആശ്രയം. ഇങ്ങനെ വില കൂടിയപ്പോൾ എന്താ വീട്ടിലൊക്കെ പറയത്തില്ലേ, മീൻ വാങ്ങി വരാൻ പറയുമ്പോൾ എന്താ മറുപടി? ചമ്മന്തി അരയ്ക്കുക, തൈരും കൂട്ടി കഴിക്കുക, അല്ലാതെ വേറെ മാർഗമില്ല. മറ്റ് മീനുകളും വെയിലൊട്ടും പിന്നിലല്ല. അയലയ്ക്ക് 360 വില. കിളിമീന് 380 മുകളിലേക്ക് കടന്നിട്ടുണ്ട്. അവോലിക്ക് 960 എത്തിയിട്ടുണ്ട്. മോതയ്ക്ക് നെയ്മീനൊക്കെ ഏതാണ്ട് 2000-നോടടുത്ത് 1500 മുകളിലേക്ക് വില കൂടി. അങ്ങനെ എല്ലാവരും മീന് പൊന്നിന്റെ വിലയായി മാറിയിട്ടുണ്ട്. പറഞ്ഞ വരുമ്പോൾ പുറത്ത് ഏറ്റവും കൂടുതൽ കാണാറുള്ള മത്തിയായത്. ഇന്നങ്ങനെ കണ്ടില്ല. സെക്യൂരിറ്റി ഉറപ്പാക്കി സൂക്ഷിച്ചിരിക്കും. അതൊന്നുമല്ല, അത് മത്തി കുറവാണ്. ഉള്ളത് നമ്മൾ അത്യാവശ്യം കസ്റ്റമേഴ്സിന് മാത്രം കൊടുക്കാനായിട്ട് വെച്ചേക്കണത്. നല്ല രീതിയിൽ വില കുറയാൻ സാധ്യതയുണ്ടോ? കേൾക്കുന്നവർക്ക് ഒരു ആശ്വാസം ഉണ്ടായിക്കോട്ടെ. വില കുറയാൻ സാധ്യതയുണ്ട്. കാരണം വള്ളക്കാർ ഒരുപാട് പോയി വന്നു കഴിഞ്ഞാൽ വില കുറയും. വില കുറയാതിരിക്കില്ല. മത്തി ഉണ്ടോ? മത്തി ഞങ്ങളത് കഴിഞ്ഞു. മത്തി കുറച്ച് വില കൂടുതലുകൊണ്ട് കൂടുതൽ സ്റ്റോക്ക് എടുക്കുന്നില്ല. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് മത്തിയും കൂട്ടി ഭക്ഷണമൊക്കെ കഴിക്കാൻ വിചാരിച്ചതാ. ഒരു രക്ഷയില്ല. 4ാമത്തെ കടയിലാണ് കയറുന്നത്. മത്തിയില്ല. ഇനി മറ്റ് സ്റ്റോളിലുണ്ടോ നോക്കട്ടെ. മത്തി ഉണ്ടോ? മത്തി ഉണ്ട്. മത്തി ഇപ്പൊ കുറവാണ്. സംഗതി വലിയ മത്തിയാണ്. നല്ല നെയ്യുള്ള മത്തിയാണ്. മത്തിനകത്ത് ഇണറുണ്ട്, പഞ്ഞിനും ഉണ്ട്. നല്ല ഇണറുള്ള മത്തിയാണ്. സംഭവം കൊള്ളാം. പക്ഷേ റേറ്റ് ഇപ്പൊ 360, 350 രൂപ റേറ്റ് നടക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് മത്തിയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചതാ. നടക്കൂലല്ലേ? നടക്കണ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം. ഇത് ഇല്ലാതെ കഴിയാത്തവരുണ്ട്. ഞാൻ വന്നതുപോലെ ഇവിടെ ആളുകൾ വന്നിട്ട് റേറ്റ് ചോദിച്ചിട്ടോ വേണ്ടാന്ന് പറഞ്ഞു പോകുന്നുണ്ടോ? അതില്ല. എങ്ങനെയായാലും ഒരു അരക്കിനെങ്ങനെ വാങ്ങിയിട്ടാ പോകുന്നത്. നിങ്ങളെ വാങ്ങാത്തുള്ളൂ ഇപ്പോ. എന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. മത്തി ഒന്ന് കൊടുത്ത് കഴിക്കാനുള്ളത്. അത് കുഴപ്പമില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് 1 കിലോ മീൻ കൊണ്ടേക്കോളി. മത്തി ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? അതെ, മത്തി ഉണ്ടല്ലോ. മത്തിക്ക് നിങ്ങൾ 340 രൂപ വെക്കുന്നത്. ഇന്നിപ്പോ ഇവിടെ വില കുറഞ്ഞ മീൻ എന്താ ഉള്ളത്? മീൻ അതാ മുള്ളനുണ്ട് 260 രൂപ ഉള്ളൂ. ഈ ചെമ്മീൻ 260 ഉള്ളൂ. ഇത് 300 ഉള്ളൂ. ഇതൊന്നും ആളുകൾ വാങ്ങുന്നില്ലേ? എല്ലാവരും ഉണ്ടല്ലോ. എല്ലാ മീനും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മീനുകളാണ്. മത്തി തന്നെയാണെന്ന് തോന്നല്ലേ ആളുകൾ വാങ്ങുന്നത്? എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള മീനല്ലേ. അപ്പം അതുകൊണ്ട് മത്തിക്ക് പെട്ടെന്ന് വില കൂടിയാലും കുറഞ്ഞാലും പെട്ടെന്ന് അറിയാൻ പറ്റും. രാജകീയമായി ഇപ്പം നിൽക്കുന്ന മത്തി പോലുള്ള മീനുകൾ ചോദിച്ച് ഇവിടെ എത്തുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈസ ഇല്ലാതെ വന്ന ആളുകളെ ഇവർ മടക്കി അയക്കുന്നില്ല. കുഴപ്പമില്ല, പിന്നെ തന്നാൽ മതി, നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന തരത്തിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ കച്ചവടക്കാർ പറയുന്നത് സാധനങ്ങൾക്ക് വില കുറവാണെന്നാണ്. തക്കാളിക്കും മുരിങ്ങയ്ക്കും മാത്രമാണ് നിലവിൽ വിലയുള്ളതാണ് പറയുന്നത്. ഒരു കച്ചവടക്കാരൻ ചേരുന്നുണ്ട്. ചേട്ടാ, ഏതിനൊക്കെയാണ് വില കൂടുതൽ? മുരിങ്ങയും തക്കാളി. മുരിങ്ങ കിലോ 100 രൂപ വരെ കൂടിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് തക്കാളി ഇനിയിപ്പം 80 രൂപ. ഇപ്പം കിലോ നിലവിൽ 80 രൂപ. മുരിങ്ങ 160 രൂപ കിലോ ഇപ്പോഴത്തെ. വില സാധാരണക്കാർ വാങ്ങിക്കുന്ന സാധനമല്ല. വെണ്ടയ്ക്ക കിലോ 30 രൂപ, കത്തിരിക്ക 40 രൂപ, ചെറിയ മുളക് 120 കിടന്നത് 50 രൂപയായി. തൊണ്ടമുളക് 400 രൂപ വിറ്റതാണ്. അത് 40 രൂപ, 50 രൂപ അങ്ങനെ ആ റേഞ്ചിലിരിക്കുക. ഈ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ കൂടി പ്രതികരണം അറിയണമല്ലോ. അപ്പോൾ അതൊന്നും ചോദിക്കാം. ചേച്ചി, പച്ചക്കറി പൊതുവിൽ വില എങ്ങനെയുണ്ട്? വില തന്നെയാണ്. കീരയൊക്കെ ഇപ്പം ഭയങ്കര റേറ്റാണ്. ഇപ്പം തക്കാളി മുരിങ്ങയ്ക്കൊക്കെയാണ് വില കൂടിയെന്ന് പറയുന്നത്. തക്കാളി മുരിങ്ങയ്ക്കും വിലയാണ്. ഇത് രണ്ടും മാത്രമേ. ബാക്കിയെല്ലാം തക്കാളി വാങ്ങിക്കുന്ന ബുദ്ധിമുട്ടാവില്ല? ബുദ്ധിമുട്ടാണ്. നമുക്ക് വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. ആവശ്യക്കാർ വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. ഇപ്പം കൂടുതലും വില കീരയും മുരിങ്ങയ്ക്ക, തക്കാളി. നമ്മൾ വില കൂടി മീനൊക്കെ ഒന്ന് മാറ്റി വെച്ച് പച്ചക്കറിയിലേക്ക് മാറിയാൽ അത് വില കുറഞ്ഞു തന്നെ ഇരിക്കുകയാണെന്നാണ് കച്ചവടക്കാരും വാങ്ങിക്കാൻ വരുന്നവരും ഒക്കെ പറയുന്നത്. രതീഷ് വൺപകലിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ആ ഒരൊറ്റ ചോദ്യമേ മലയാളിക്കുള്ളൂ. സർക്കാരിനോട് ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? മുണ്ട് മുറുക്കി ഉടുത്തുമൊക്കെ തന്നെ
വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. താങ്ങാകേണ്ട നമ്മുടെ സംവിധാനങ്ങൾ അത് എന്ത് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് R. സജിലാൽ, ഒപ്പം ദി പ്രോപ്പർ ചാനൽ സംഘടനയുടെ പ്രതിനിധി MK ഹരിദാസ് ഭക്ഷ്യമന്ത്രിയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ R. സജിലാൽ, താങ്കൾ ആ റിപ്പോർട്ട് കണ്ടു കാണും. അതിൽ ഏതൊക്കെ സാധനങ്ങൾക്ക് വില ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. ഏതൊക്കെ എണ്ണത്തിന് കുറവുണ്ട് എന്ന് മാത്രം ഒന്നോ രണ്ടോ വേണമെങ്കിൽ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ പാളുകയാണോ? ഇടപെടൽ ഉണ്ടാകുന്നില്ല? ഇതൊക്കെ മന്ത്രിയും താങ്കളുടെ പാർട്ടിയുടെ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ അറിയുന്നുണ്ടോ? എന്ത് പറഞ്ഞ് നാട്ടുകാരെ സമാധാനിപ്പിക്കും? വാക്കുകളല്ല വേണ്ടത്, ഇനി പ്രവൃത്തിയാണ്. അതെന്തുകൊണ്ട് ഉണ്ടാകാതെ പോകുന്നു എന്ന് ജനങ്ങൾ പരിതപിക്കേണ്ടി വരുന്നു. ശ്രീ സജിലാൽ. രാജ്യത്തുടനീളം വിലക്കയറ്റം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 ജനുവരി മാസത്തെ വിലക്കയറ്റ തോത് ദേശീയ ശരാശരി 5.1 രാജ്യത്ത് മൊത്തത്തിലുള്ളത്. അപ്പോൾ ആ നിലയിൽ എടുത്തു നോക്കുമ്പോൾ വിലക്കയറ്റ തോത് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. 4.04 ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റ തോത് വർദ്ധിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനം BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗുജറാത്താണ്, 6.21. അപ്പോൾ ആ നിലയിൽ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ നിലപാടുകളുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുടുകയും അവരുടെ ദൈനംദിന ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായും ക്യാമ്പയിൻ ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ വിലക്കയറ്റത്തെ സംബന്ധിച്ച്. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ സമീപനങ്ങളുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, 2014 ശേഷമുള്ള ഏറ്റവും വലിയ പണപ്പെരുപ്പം നമ്മുടെ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. റിസർവ് ബാങ്ക് പറയുന്നത് 6% കൂടുതൽ ആകുവാൻ പാടില്ല, പണപ്പെരുപ്പം 6% കൂടുതലാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായി പണപ്പെരുപ്പം രാജ്യത്ത് ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. തുടക്കത്തിൽ ഇതെല്ലാം കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് ആ തത്വശാസ്ത്രമോ അല്ലെങ്കിൽ ആ സിദ്ധാന്തമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നു. അത് അയവിറക്കിയില്ല ജനം. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അപ്പാടെ ഒന്നും അയവിറക്കിയില്ല. അവർക്ക് വേണ്ടത് പ്രവൃത്തിയാണ്, ഈ പറച്ചിലല്ല. ഞാൻ ചോദിക്കുന്നത്, നമുക്കൊരു സംവിധാനമുണ്ട്, സപ്ലൈകോ എന്ന സംവിധാനം 1974 നമ്മൾ കൊട്ടിഘോഷിച്ച് വളരെ പ്രതീക്ഷയോടെ ഊട്ടി വളർത്തിയ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ ഗതികേട് എന്താണ്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ സബ്സിഡി ഇനങ്ങളുള്ള റാക്കിൽ എലി പെറ്റ് കിടപ്പുണ്ടോ എന്ന സംശയമാണ്. അവിടെ പാറ്റയും പഴുതാരയും മാത്രമേ ഉള്ളൂ. ഈ സബ്സിഡി ഇന സാധനങ്ങൾ ഇല്ല എന്ന് നന്നായി ബോധ്യപ്പെട്ടതാണ്. അന്നൊക്കെ അല്ല എന്ന് പറഞ്ഞ് തെളിവുകൾ സഹിതം മാതൃഭൂമി ന്യൂസ് ഓരോ ദിവസവും ഈ റാക്കുകളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ പഴയ പല്ലവി സിദ്ധാന്തമല്ല ഇനി കേൾക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? ഇവിടെ സപ്ലൈകോയ്ക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങാനുള്ള ശേഷി പോലും ധനവകുപ്പിൽ നിന്ന് ഇല്ലാതെ പോവുകയാണോ? കാരണം മാർച്ച് മാസമാണ് 200 കോടി രൂപ നൽകിയത്. പിന്നെ ഒരു തരത്തിലും മന്ത്രി, എനിക്ക് ഓർമ്മയുണ്ട്, GR അനിൽ ഇതേ ഫ്ലോറിൽ വന്ന് അദ്ദേഹം പറഞ്ഞു ഉടനടി ഇടപെടൽ നടത്തി ജനങ്ങളുടെ പരാതി പരിഹാരമാകുമെന്ന്. കാരണം ഇപ്പോൾ സപ്ലൈകോ കണ്ട് മടുത്തു ജനം. അപ്പോൾ ഈ പറച്ചിലല്ല വേണ്ടത്, എന്ത് ചെയ്യാൻ പറ്റും? പ്രജീഷ് കൈപ്പള്ളി ഉൾപ്പെടെയുള്ള വാർത്താ അവതാരകർ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള മലയാളം ചാനലുകൾ പലതവണ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഈ വിലക്കയറ്റത്തെ സംബന്ധിച്ച്. ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ച മത്സ്യത്തിൻ്റെ വിലക്കയറ്റമായിരുന്നാലും പച്ചക്കറിയുടെ വിലക്കയറ്റവുമാണ് അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് മത്സ്യത്തിൻ്റെ വില വർധനവുമായി ബന്ധപ്പെട്ട് മത്സ്യ വിപണനം നടത്തുന്ന ഒരാൾ തന്നെ നിങ്ങളുടെ അവതാരകയോട് പറഞ്ഞത് മത്സ്യത്തൊഴിലാളികൾ കൂടുതലായി കടലിൽ പോകുന്ന മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മുറയ്ക്ക് വില കുറയും എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ജൂൺ മാസം 10-ാം തീയതി മുതൽ 52 ദിവസക്കാലം നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതായിരിക്കാം സ്വാഭാവികമായിട്ടും മത്സ്യത്തിന് ഇത്തരത്തിൽ വലിയ വില വർധനവ് കമ്പോളത്തിൽ ഉണ്ടാകാനുള്ള കാരണം. പച്ചക്കറി വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള ദൈനംദിനം ജനങ്ങൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറി വളരെ കുറവാണ്. അപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം, പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ നന്നായി ആ മേഖലയിൽ ഇടപെട്ടിട്ടുണ്ട്. പച്ചക്കറി ഉൽപാദനം സജിലാല്, നമുക്ക് ഹോർട്ടികോർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആശയമാണ്. ഇന്നിപ്പോൾ ഞാൻ ഇത് അറിയാൻ വേണ്ടി തന്നെ, കാരണം നമ്മൾ തക്കാളി ഒരു ഉദാഹരണം പറയുകയാണ്, തക്കാളി ഹോർട്ടികോർപ്പിലേക്ക് പോയി ചോദിക്കുമ്പോൾ അറിയാൻ വേണ്ടി മറ്റു കടയിൽ കയറി ചോദിച്ചാൽ അവിടെ കിലോയ്ക്ക് 100 രൂപ, ഈ സപ്ലൈകോയിൽ 110, കൊച്ചിയിൽ വേറൊരു വില, തോന്നിയതുപോലെയാണ് വില പലയിടത്തും. ഇത് വകുപ്പ് അറിയുന്നുണ്ടോ? കാരണം നിങ്ങൾ ഓർക്കണം, ജനം നൽകിയ തിരിച്ചടിയിൽ ഈ പറയുന്ന വിലക്കയറ്റം പ്രധാനപ്പെട്ട കാരണമായി നിഴലിച്ചതാണ്. അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോറേൽപ്പിച്ച വിഷയം അവൻ വോട്ടായി നൽകിയതാണ്. അത് തിരിച്ചറിഞ്ഞ CP നേതാക്കളൊക്കെ, ജില്ലാ സെക്രട്ടറിമാരൊക്കെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒരു തിരുത്തൽ അടിയന്തരമായി ഉണ്ടാകേണ്ടതല്ലേ, ഒരു പൊളിറ്റിക്കലി എങ്കിലും? ഹോർട്ടികോർപ്പിന്റെ കാര്യം ഒന്ന് പറയൂ താങ്കൾ. താങ്കൾ പറഞ്ഞതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പച്ചക്കറി ഉൽപ്പാദനത്തിൽ കേരളം സ്വയം പര്യാപ്തമല്ല. മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിച്ചാണ് പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതും, അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കർഷകർ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദനം കുറച്ചതും, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് രാജ്യത്തെ കർഷകർ വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള കർഷക പ്രക്ഷോഭത്തിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ആ കർഷകർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളടക്കം കൊടുക്കാത്തതായിരിക്കാം പച്ചക്കറി ഉൽപ്പാദനം മറ്റ് സ്റ്റേറ്റുകൾ കുറഞ്ഞതുകൊണ്ട് കേരളത്തിലേക്ക് വരാത്തതായിരിക്കാം. എന്നാൽ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ സജിലാലിന്റെ കുറച്ച് ദൃശ്യങ്ങൾ മുൻകാലത്തുണ്ട്. സജിലാൽ ഉൾപ്പെടെ ഈ സപ്ലൈകോയിലെ ജീവനക്കാർക്ക് അവരുടെ ശമ്പളം മുടങ്ങരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ വ്യക്തിയാണ്, ഞാൻ ഓർക്കുന്നു. അപ്പോൾ നോക്കൂ എന്താണ് ഇപ്പോഴത്തെ സപ്ലൈകോയുടെ അവസ്ഥ. 200-ഓ 300-ഓ ഒക്കെ ഇട്ടുകൊടുക്കുന്നത് എന്താണ്? കരാറുകാർക്ക് പോലും കൊടുക്കാൻ തികയുന്നില്ല. പിന്നെ എങ്ങനെ ഈ സബ്സിഡി സാധനങ്ങൾ അവിടെ കൊണ്ടുവരാൻ കഴിയും? കഴിഞ്ഞ ഓണത്തിന് കൊടുത്ത പഞ്ചസാര അവിടേക്കില്ല, ഇന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ സജിലാല്? തീർച്ചയായും ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. താങ്കൾ പറയുന്നതിനിടയ്ക്ക് വീണ്ടും ഞാൻ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും പറയാൻ കഴിയുകയില്ല. മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റ്, ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റ് പൊതുവിപണിയിൽ ഒരു ഗവൺമെൻറ് ഇടപെടുന്നു എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ? കേരളമല്ലാതെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം. കേരളം വളരെ മാതൃകാപരമായി പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇടപെടുന്നൊരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സാർവത്രികമായിട്ടുള്ള റേഷൻ സംവിധാനവും, റേഷൻ കടകളും, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും, മാവേലി സ്റ്റോറുകളും, ഹോർട്ടികോർപ്പ് ഉൾപ്പെടെയുള്ള ദീദി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പൊതുവിതരണ സമ്പ്രദായം, ആ പൊതുവിതരണ സമ്പ്രദായത്തെ വളരെ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ മേഖലയിൽ ചെലവഴിക്കേണ്ട പണം കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള ഈ കേരളത്തിന് അവകാശപ്പെട്ട നികുതി അടക്കം ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി അത് തടഞ്ഞു വെക്കുകയും അത് ഇല്ലാതെ തരാതിരിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിനുണ്ടായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അത് ഈ മേഖലയെല്ലാം തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുക, കർണാടകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിൻ്റെ അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ പോയി സമരം ചെയ്തു. കേരളത്തിന് കൊടുക്കാതിരിക്കുന്നത് പോലെ കേന്ദ്ര ഗവൺമെൻറ് കർണാടക സംസ്ഥാനത്തിന് അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും നികുതി വിഹിതം അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നില്ല. രാഷ്ട്രീയ പ്രേരിതമായി അവർ ഇതിനെല്ലാം തന്നെ കാണുന്നു. കേരളത്തിൽ ഈ പൊതുവിതരണ ശ്രീ എം കെ ഹരിദാസ്, ഈ CPയുടെ നേതാവ്, AYFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു സജിലാലൊക്കെ പറയുന്ന ഇപ്പോഴത്തെ സിദ്ധാന്തം മലയാളിക്ക് ദഹിക്കുമോ? മുണ്ട് മുറുക്കി ഉടുത്തോ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന ജനമുണ്ടായിരുന്നു. ഇനി അങ്ങനെ മുണ്ട് മുറുക്കി ഇളിയൊക്കെ അറ്റുപോകാൻ കഴിയില്ല. കാരണം അന്നം തിന്ന് ജീവിക്കണം. അതിന് പോലും കടയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അങ്ങേക്കറിയാമല്ലോ, അങ്ങേക്ക് നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ തന്നെ ശരാശരി ഒരു കമ്പോളത്തിൽ, വിപണിയിൽ അനഭലഷണീയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുമെങ്കിൽ നമുക്ക് ആശ്രയം എന്താണ്? സപ്ലൈകോ അല്ലെങ്കിൽ ഹോർട്ടികോർപ്പ്, ഇതൊക്കെയാണ്. അവിടെയും രക്ഷയില്ല. എന്തു ചെയ്യും CM കെ ഹരിദാസ്?
എന്തൊരു വികലമായ കാഴ്ചപ്പാടാണ് ആ യുവ നേതാവ് പറയുന്നത്. ഞാനിതിൽ CPIയുടെ പ്രതിനിധിയാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. യാഥാസ്ഥികമായി കാര്യങ്ങളെ വിലയിരുത്തുന്നവരാണ് ഈ CPIക്കാർ എല്ലാ കാലത്തും. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയില്ല, കാരണം അദ്ദേഹം പറയുന്നതിന് എനിക്ക് പ്രത്യയശാസ്ത്രപരമായ വാഗ്ധോരണി അല്ല നേതാവ് ഈ സമയത്ത് വേണ്ടത്. ജനങ്ങൾക്ക് സജീവമായിട്ട് സാധാരണക്കാരനെ സാധാരണ പോലെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയല്ലേ വേണ്ടത്. നിങ്ങൾ വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ കയറ്റിയത്. എന്നിട്ട് അങ്ങോട്ട് നോക്കൂ, ഗുജറാത്തിലേക്ക് നോക്കൂ, UPയിലേക്ക് നോക്കൂ, കേന്ദ്ര സർക്കാർ തരാനുള്ള പൈസ തരാഞ്ഞിട്ടാണ്. ഒരു ദിവസമെങ്കിൽ മുമ്പേ മോദി സർക്കാരിന്റെ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. പക്ഷെ ഇതിനൊക്കെ ഇത്തരത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞു കൃത്യമായിട്ട് കിട്ടുന്ന നികുതി വിഹിതം കിട്ടുന്നില്ല, സംസ്ഥാനത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പോലും കഴിയാത്ത ഒരു സർക്കാരിന്റെ ഗതികെട്ട ഭരണത്തിന്റെ ഭാഗം ഇങ്ങനെയാണോ ജനങ്ങളോട് വ്യാഖ്യാനിക്കുക? അതും CPI എന്ന് പറയുന്ന സത്യസന്ധന്മാർ മാത്രമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ CPI. ഇതിനെ ഇങ്ങനെയൊക്കെയാണോ കാണുക? അങ്ങേയറ്റം എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ്, കേരളത്തിൽ എന്നെ പോലെ ചിന്തിക്കുന്നവർക്ക് താങ്കളുടെ ഈ കാഴ്ചപ്പാടും ഈ വിശദീകരണവുമല്ല ഈ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ ആശ്വാസം പകരേണ്ടത്. കാരണം തൊട്ടയൽ സംസ്ഥാനത്ത് 70 രൂപയുള്ള മുരിങ്ങക്കായ കേരളത്തിൽ 120 രൂപ വരെ എത്തി എന്ന് പറയുമ്പോൾ അതിന് കേന്ദ്ര സഹായങ്ങൾ വെട്ടിക്കുറച്ചത് കൊണ്ടാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? തിരുവനന്തപുരത്ത് ഈ നമ്മുടെ താലൂക്ക് സപ്ലൈ ഓഫീസർമാരെ വെച്ച് ഒരു കൺവീനർ ആക്കിക്കൊണ്ട് ഒരു സമിതി രൂപീകരിച്ചു. കാരണം ഈ കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, കൃത്രിമമായിട്ടുള്ള വിലക്കയറ്റം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൊട്ടിഘോഷിച്ചതാണ്. ആ സാധനം എവിടെയാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു സംവിധാനമുണ്ടോ എന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ അതിന്റെ വണ്ടി വാങ്ങിക്കാൻ അതിനുള്ള വണ്ടി ഇല്ല, അവർക്ക് ഒരു വണ്ടി പോലും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അതായത് തോന്നിയതുപോലെ പണ്ടൊക്കെ ഈ വിലവിവര പട്ടികകൾ സ്ഥാപിക്കണം, എഴുതി വെക്കണം എന്നുള്ളതാണ്. അതൊക്കെ പോയി നമ്മൾ ചെക്ക് ചെയ്യാനുള്ള സംവിധാനമില്ല. നമുക്ക് ഇറങ്ങി ചെക്ക് ചെയ്യാൻ പരിമിതിയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതി, ഈ എന്താണ്, ആരോടാണ് കൂറ്, ആരോടാണ് പ്രതിബദ്ധത എന്നുള്ളതാണ്. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ CPIയുടെ കാര്യം, എനിക്കറിയാം. R സജിലാലിനെയൊക്കെ വളരെ വ്യക്തിപരമായി നമുക്ക് അറിയാവുന്ന ആളുകളായതുകൊണ്ട് പറയാം. അവരൊക്കെ ഒരു തിരുത്തൽ ചാലക ശക്തിയായിട്ട് ഓരോ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതും ശബ്ദമുയർത്തുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് പോലും ഈ ഒരു ചാലക ശക്തിയായി ധനവകുപ്പിൽ നടക്കം ചോദിച്ചു വാങ്ങണം, ഇല്ലെങ്കിൽ ഫണ്ടില്ലെങ്കിൽ. സപ്ലൈകോയുടെ അവസ്ഥ ഇതാണ്, ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ശബ്ദം പോലും അടയുന്നത് എന്തുകൊണ്ടാണ്? ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിശോധനാ സംവിധാനങ്ങൾ അതില്ലാതെ പോയതും. മറുപടി ശ്രീ MK ഹരിദാസ്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തില് താലൂക്ക് നമ്മൾ പറയില്ലേ തഹസിൽദാർമാരെ സപ്ലൈകോ തുടങ്ങിയ കോർഡിനേഷൻ കമ്മിറ്റികളും കൂടിയിട്ട് ഇവിടുത്തെ പൂഴ്ത്തിവെപ്പ് തടയാനും ഏകീകൃത വിലയ്ക്ക് എല്ലാ കടകളിൽ നിന്നും സാധനങ്ങൾ ലഭിക്കാനും വേണ്ടിയിട്ട് ഒരു സംവിധാനം ഒരുക്കി എന്നുള്ളതല്ലാണ്ട് ആ സംവിധാനം 1 ഇഞ്ച് മുൻപോട്ട് പോയിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരം എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സംവിധാനം ഒരു ദിവസം പോലും കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കാൻ അവർക്കായിട്ടില്ല. കാരണം അവർക്ക് ഈ വിലക്കയറ്റം അറിയാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി അവർക്കൊരു ജീപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയാണെന്നാണ് വിവരാവകാശ മറുപടിയിൽ പറയുന്നത്. ഇതാണോ വിപണിയിലുള്ള ഇടപെടൽ കൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യുവനേതാവ് ഉദ്ദേശിക്കുന്നത്? വിപണിയിലുള്ള ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എല്ലാ കടകളിലും, അല്ലാണ്ട് ഇപ്പൊ സർക്കാരിന് എല്ലാ വീടുകളിലും 80 രൂപയ്ക്ക് തക്കാളി എത്തിക്കാനും 100 രൂപയ്ക്ക് വെണ്ടക്കായ എത്തിക്കാനും പറ്റില്ല. വിപണി ഇടപെടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ കടകളിലും ഒരേ വിലക്കെങ്കിലും സാധനം കിട്ടുമാറുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. 2200 രൂപയുടെ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ട് 4ാം ലോക കേരള സഭ നടത്തുന്നവർക്ക് ഈ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ ഒരു വെബ്സൈറ്റ്, ഈ ലോക കേരള സഭയ്ക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 2 കോടി ചില്ലുവാനം രൂപ വെബ്സൈറ്റ് ആലോചിച്ച് നോക്കണം. ഒരു വെബ്സൈറ്റ് ഇല്ലെങ്കിൽ ഇവിടെ നാട്ടുകാരവിടെ പട്ടിണി കിടന്ന് ചാകുമല്ലോ. അപ്പോൾ ആ ജാഗ്രത പോലും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട്, കഷ്ടപ്പെടുത്തപ്പെടുന്ന ലക്ഷോപലക്ഷം ആളുകളോട് ഇല്ല എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രയോറിറ്റി ആരോടാണ് ശ്രീ MK ഹരിദാസ്? എന്ത് പ്രയോറിറ്റി? ഈ സർക്കാർ കഴിഞ്ഞ 8 വർഷമായിട്ട് 8 വർഷവും 3 മാസമായിട്ട് എന്ത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഭരിച്ചിരിക്കുന്നത്? അതിനെയൊക്കെ ചോദ്യം ചെയ്യേണ്ട ഒരു യുവ നേതാവാണ് ഉത്തരവാദിത്തമില്ലാതെ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്ത് ഗുജറാത്തിലത്തെ സ്ഥിതി എന്താണ്? ഞങ്ങൾ ഗുജറാത്തിൽ സർക്കാരിനെ ഗുജറാത്ത് ഭരിക്കുന്ന ഗവൺമെന്റിനല്ല സജിലാൽ വോട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പിണറായി വിജയൻ സർക്കാർ, ഇടതുപക്ഷം വരും എല്ലാം ശരിയാകുമെന്ന് ഞങ്ങളോട് പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് 2 തവണ 91 നിന്ന് 99 സീറ്റ് കൊടുത്തിരിക്കുന്നത് ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാനെങ്കിലും ഈ സർക്കാരിനാകുമെന്ന് കരുതിക്കൊണ്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം ചർച്ചകളിൽ ഇത് MK ഹരിദാസനും പ്രതീക്ഷ മാത്രമല്ല ഈ ചർച്ച കേൾക്കുന്നത്. CPI പോലുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അങ്ങേയറ്റം വിശ്വാസമാണ് ആ പാർട്ടിയെ. ആ പാർട്ടിയുടെ നേതാക്കൾ കണ്ണു തുറന്നുകൊണ്ട് ജനങ്ങൾ നേരിടുന്ന ദുരിതം കാണാതെ ഇത്തരത്തിൽ കർണാടകത്തിലേക്ക് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടു
ഒഴിഞ്ഞു പോകുമ്പോൾ 38 രൂപയുണ്ടായിരുന്ന ജയ അരി മിനിഞ്ഞാന്ന് ഞാൻ മേടിച്ചത് 53 രൂപയ്ക്കാണ് ശ്രീ സജിലാൽ. ഇതാണോ നിങ്ങൾ വരും എല്ലാം ശരിയാകും? ശ്രീ എം കെ ഹരിദാസ്, കെ റൈസ് എന്തായി ഇപ്പം? കെ റൈസ് എന്തായി? അതായത് കേന്ദ്ര സർക്കാർ എന്തോ റൈസ് കൊണ്ടുവന്നിട്ട് ഇലക്ഷൻ മുന്നോടിയായിട്ട് വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞോടുകൂടിയിട്ട് ഒരു കെ റൈസ് നിങ്ങൾ 25 രൂപയ്ക്ക് കെ റൈസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കിട്ടിയ ആൾക്കാരുടെ എണ്ണമെങ്കിലും താങ്കൾക്ക് ഈ ചർച്ചയിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുക എന്ന പ്രാഥമിക ചുമതലയിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 1-2 സർക്കാരുകൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതിനെനിക്ക് പറയാനുള്ളത്, ശ്രീ പ്രതീഷ് ഈ 2024 ജനുവരി 1 മുതൽ ഇപ്പോൾ വരെ നടത്തുന്നത് 6ാമത്തെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട 6ാമത്തെ ചർച്ചയാണ്. ഭാഗ്യത്തിന് ഈ 6 ചർച്ചകളിലും അദ്ദേഹം എന്നെ വിളിച്ചപ്പോ ഇതിൽ 2 ചർച്ചകളിൽ താങ്കളുടെ മന്ത്രി വന്നിട്ട് പറഞ്ഞത് തീർച്ചയായും അന്നൊക്കെ നമ്മൾ മന്ത്രിയുടെ വാക്കുകളെ എത്രത്തോളം ക്ഷമയോടുകൂടി നമ്മൾ കേട്ടു. മന്ത്രി ഇന്ന് നമ്മളിപ്പോൾ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്നെങ്കിൽ ആ മുറയ്ക്ക് അദ്ദേഹത്തിന്റെ നിലപാട് അറിയിക്കുക. 2-3 ചർച്ചയിൽ പിന്നീട് എത്രയോ CPI നേതാക്കന്മാർ ആ ചർച്ചകളിൽ പങ്കെടുത്തു. അന്നൊക്കെ പറഞ്ഞ ഉറപ്പുകൾ അപ്പോൾ ഒരു ചാലക ശക്തിയായി നേരത്തെയൊക്കെയുള്ള വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതാണ് അവസ്ഥയെന്ന് LDF യോഗങ്ങൾ, അത്തരത്തിൽ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. നമ്മളെ തോൽപ്പിച്ചതിന്റെ കാരണം തിരക്കി അങ്ങ് മറുനാട്ടുകളിലോ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളിലോ ഒന്നും പോകേണ്ടതില്ല. സ്ഥായിയായ കാരണം ഇതാണ് എന്ന് ജനങ്ങളെ ചൂണ്ടിക്കാണിക്കാമല്ലോ ശ്രീ എം കെ ഹരിദാസ്. അതിനൊക്കെ എന്തുകൊണ്ടാണ് പിഴവ് പറ്റുന്നത്? എന്തുകൊണ്ടാണ് തിരുത്തൽ ശക്തിയാകാതെ പോകാൻ പറ്റുന്നത് CPI പോലെയുള്ള സംവിധാനങ്ങൾക്ക്? അവിടെയാണ് ഞാൻ GRLന്റെ വാക്കുകൾ വീണ്ടും കേൾപ്പിക്കുക. കാരണം ഒരുപാട് കേൾപ്പിക്കാനുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അത് ഒന്നുകൂടി കേൾപ്പിക്കാത്തത്. ഞാൻ അദ്ദേഹത്തെ നമ്മൾ PCR വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടിയാൽ പ്രതികരണം എടുക്കാം. മന്ത്രി തിരക്കിലാണെന്നാണ് തോന്നുന്നത്. ശ്രീ എം കെ ഹരിദാസ് കൂട്ടിച്ചേർക്കാം സജിലാലിലേക്ക് പോകും മുമ്പ്. അങ്ങയോടാണ് പറഞ്ഞത് ശ്രീ അനിലെ. എന്തെന്നാ പറഞ്ഞത്? ഇനിയൊരു ചർച്ച പ്രതീക്ഷിന് ഈ വിഷയവുമായി നടത്തേണ്ടി വരില്ല. സപ്ലൈകോയിൽ 13 സബ്സിഡി ഐറ്റങ്ങളും സമൃദ്ധിയായി ജനങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചർച്ച നടത്തേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 70 ദിവസം കഴിഞ്ഞപ്പോ അതേ വിഷയത്തിൽ വീണ്ടും ചർച്ച ചെയ്യേണ്ട ഗതികേടില് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എങ്ങനെയും ജീവിച്ചുകൊള്ളും. കാരണം അവന്റെ നിത്യവരുമാനത്തില് 1 രൂപ കൂട്ടാൻ കഴിഞ്ഞ 8 വർഷവും 3 മാസവുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ കർഷകൻ വളരെ കുറച്ച് കൃഷിമകൾ മാത്രം ചെയ്യുന്ന ഇവിടുത്തെ കർഷകൻ ചെയ്യുന്ന കാർഷികോൽപാദനത്തിന് അവന് വില കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അത് ഫോർട്ടികോപ്പിൽ കൊടുത്ത വഴിക്ക് 15 കോടി രൂപയാണ് ഇവിടുത്തെ കർഷകർക്ക് ഈ ഫോർട്ടികോപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനം കൊടുക്കാനുള്ളത്. അതുപോലും കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇവിടെ ഇരുന്ന് പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്നതെങ്കിൽ സ്ത്രീ നോക്കൂ, ഇതല്ല വേണ്ടത്. ജനങ്ങൾക്ക് ജീവിക്കാനായി ചുറ്റുപാട് സൃഷ്ടിച്ചു കൊടുക്കലാണ് ഒരു സർക്കാരിന്റെ പ്രാഥമിക ചുമതല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം തീർച്ചയായും ഹരിദാസിലേക്ക് എത്താം. ശ്രീ ഹരിദാസ്, എന്തായാലും നമുക്ക് GRNലേക്ക് കിട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞ കൃഷിമന്ത്രി ഒന്ന് വിളിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃഷിമന്ത്രിക്ക് എന്തായിരിക്കും ഇനി ഇത് ചെയ്യാൻ കഴിയുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ശ്രീ സജിലാല്, ഇങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങി, ഇതെല്ലാം അനുബന്ധമാണ്, ആലോചിക്കണം, അനുബന്ധമാണ്. ഒരു വിപണി വല്ലാതെ പുകയുമ്പോഴും ആളുമ്പോഴും ഒക്കെ അത് അനുബന്ധമായി ബാധിക്കും. കാരണം നമുക്കുള്ള സാമൂഹ്യ ക്ഷേമ പെൻഷൻ കിട്ടാനില്ല, മരുന്നുകൾ കൃത്യസമയത്ത് കിട്ടാനില്ല. ഓരോ മേഖലയിലും എത്തി നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ദൈനംദിന വരുമാനത്തിൽ 1 രൂപ പോലും കൂടുന്നില്ല. കിട്ടാനുള്ളതാണ് അത് ഏത് മേഖലയിലായാലും. പെൻഷൻകാരുടെ അവസ്ഥയൊക്കെ നോക്കിക്കഴിഞ്ഞാലും. അപ്പോൾ ഈ സർക്കാരിനൊരു പ്രതിബദ്ധതയില്ലേ? സർക്കാരിനൊരു പ്രയോറിറ്റി ഇല്ലേ? സർക്കാരിനൊരു പ്രകടന പത്രിക ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെ പിടിച്ചു നിർത്തുമെന്ന്? അപ്പോൾ അടിയന്തരമായി എന്ത് ചെയ്യാൻ കഴിയും സജിലാല്? സാമൂഹ്യ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹം എം കെ ഹരിദാസ് കേരളത്തിലെ മാത്രമല്ല മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. കേന്ദ്ര ധനമന്ത്രാലയം എന്താണ് പറഞ്ഞത്? നമ്മുടെ രാജ്യത്ത് ഗാർഹിക ചെലവ് വർദ്ധിക്കുന്നു. ആ ഗാർഹിക ചെലവ് വർദ്ധിക്കുന്നത് സാമ്പത്തിക ശേഷിയുള്ളവരെ മാത്രമാണ് എന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് റിസർവ് ബാങ്ക് ഇടപെട്ടു. റിസർവ് ബാങ്ക് ഇടപെട്ടിട്ട് പറഞ്ഞു, റിപ്പോർട്ട് പറഞ്ഞു, സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും ഈ ഗാർഹിക ചെലവ് വർദ്ധിക്കുന്നു. അപ്പം ഞാനിവിടെ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ? നിങ്ങൾ എന്താണത് മനസ്സിലാക്കാത്തത്? രാജ്യത്തുടനീളം വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. രാജ്യത്തുടനീളം വിലക്കയറ്റം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റാണ്, അത് അഭിമാനത്തോടു കൂടി പറയുവാൻ കഴിയും. നിങ്ങൾ അസ്വസ്ഥരായിരിക്കൂ. പൊതുവിപണിയിൽ ഇടപെടുന്നത് കേരളത്തിലെ ഗവൺമെന്റാണ്. ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ 7.5 വർഷക്കാലമായി
മാവേലി സ്റ്റോറുകളിൽ, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ യാതൊരു വില വ്യത്യാസവുമില്ലാതെ വിപണി വിലയേക്കാൾ വലിയ കുറവിൽ കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. 7.5 വർഷങ്ങൾക്ക് ശേഷമാണ് ചില വർധനവിന് നിർബന്ധിതമാകേണ്ടി വന്നത്. അത് യുക്തിസഹമായ ചില മുഖ്യമന്ത്രികളെ സെക്രട്ടേറിയറ്റിൽ പോലും അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളിലൂടെ ചോദിച്ചുകൊണ്ടേയിരിക്കും, മറുപടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ജനത്തിന്റെ ഭാഗം എന്ന നിലയിൽ. നിങ്ങൾ എന്ത് കൊടുത്തു? നിങ്ങൾ പറഞ്ഞല്ലോ വില കുറച്ച് കൊടുത്തു എന്ന്. എന്ത് കൊടുത്തു എന്ന് പറയും? എന്ത് കൊടുത്തു എന്ന് പറയും? 13 എണ്ണത്തിന്റെ പേരുണ്ട് സാർ. 13 സാധനങ്ങളുണ്ട്. അരി ഉൾപ്പെടെ, മുളക് ഉൾപ്പെടെ, പയർ ഉൾപ്പെടെ, കടല ഉൾപ്പെടെ, തുവരപ്പരിപ്പ് ഉൾപ്പെടെ, പഞ്ചസാര ഉൾപ്പെടെ, വെളിച്ചെണ്ണ ഉൾപ്പെടെ 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ കഴിഞ്ഞ 7.5 വർഷക്കാലം 2016 അതേ വിലയിൽ ഒരു വർധനവുമില്ലാതെ കൊടുത്തു. അപ്പോൾ ഇടയ്ക്ക് സാമ്പത്തികമായി കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലൊരു ഞെരുക്കം ഉണ്ടാക്കിയപ്പോൾ കാലാനുസൃതമായി ചില ചെറിയ വർധനവ് വരുത്തേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ പൂർണ്ണമായും ഇല്ല. അത് യാഥാർത്ഥ്യമാണ്. അതിന് പ്രയോജനം കൊടുക്കണം. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ധനവിഹിതം ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെൻറ് അതിനു വേണ്ടി നീക്കിവെക്കണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കാണണ്ടേ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലഘട്ടത്തെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിലെ മാവേലി സ്റ്റോറിൽ സാധനം ഉണ്ടായിരുന്നോ? പ്രതീക്ഷിന് അറിയാമല്ലോ, കേരളത്തിലെ മാവേലി സ്റ്റോറിൽ സാധനം ഉണ്ടായിരുന്നു. സാമൂഹ്യ ക്ഷേമ പെൻഷനുകളെ കുറിച്ച് നിങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് 17 മാസക്കാലത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ മാധ്യമപ്രവർത്തകരും സാമൂഹ്യ നിരീക്ഷകരും എല്ലാം തന്നെ പറയുമ്പോൾ ഇതെല്ലാം കൂടി കണ്ടുവേണം, താരതമ്യം ചെയ്യരുത്, ദയവായി താരതമ്യം ചെയ്യരുത്. അതൊന്നും ഇവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പോൾ ഇതെല്ലാം കൂടി കണ്ടുവേണം നിങ്ങൾ സംസാരിക്കാൻ. എല്ലാം കണ്ടുവേണം നിങ്ങൾ സംസാരിക്കാൻ. കേരളത്തിലെ ഗവൺമെന്റിന് ഒരുപാട് പരിമിതികൾ ഇപ്പോൾ ഉണ്ട്, യാഥാർത്ഥ്യമാണത്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഉണ്ടായതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് പരിമിതികൾ ഉള്ളപ്പോഴും വിലക്കയറ്റത്തെ പിടിച്ചെടുത്തതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞു കോൺഗ്രസിന്റെ കഴിഞ്ഞ ചിന്തൻ ശിബിർ എന്താണ് ചർച്ച ചെയ്തത്? നമ്മുടെ രാജ്യത്തെ വിലക്കയറ്റമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ രാജ്യത്തുടനീളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പൊതുവിപണിയിൽ ഇടപെടുന്ന അതൊക്കെ ശരിയാണ്, സമ്മതിക്കാം. ഞാൻ നിങ്ങളുടെ വകുപ്പാണ് കൃഷി വകുപ്പ്, നിങ്ങളുടെ വകുപ്പാണ് ഈ ഭക്ഷ്യവകുപ്പ്. ഈ 2 വകുപ്പുകളിലും റവന്യൂവും നിങ്ങളുടെ വകുപ്പാണ്, വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. ഇതാണ് സംസ്ഥാനത്തെ ഒരു സാഹചര്യം. യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഈ പൊറുതിമുട്ടൽ അത് തടയണം. എല്ലാ വകുപ്പുകളും സംയോജിപ്പിച്ചുകൊണ്ട്, കയ്യിലിരിക്കുന്ന വകുപ്പുകളെങ്കിലും ഏകോപിപ്പിച്ചുകൊണ്ട് എന്തിടപെടൽ നടത്തി അത് പറയൂ. പ്രതീക്ഷ, ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, കഴിഞ്ഞ 7.5 വർഷക്കാലമായി 2016 ഒന്നാം LDF ഗവൺമെൻറ് വന്ന നാൾ മുതൽ കഴിഞ്ഞ ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലെ മാവേലി സ്റ്റോറുകൾ വഴി, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ വഴി 13 ഇനം സാധനങ്ങൾ, താങ്കൾ ചോദിച്ചു ഏതൊക്കെ സാധനമാണെന്ന്, 13 ഇനം സാധനങ്ങൾ 2016 അതേ വിലയ്ക്ക് പൊതുവിപണിയേക്കാൾ വളരെ വില കുറച്ചു കൊടുത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാവേലി സ്റ്റോറുകളിലെല്ലാം ഈ 13 ഇനം സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഏതാണ്ട് 57,400 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഈ കേരളത്തിന് അവകാശപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള നികുതി വിഹിതമടക്കം തരാതെ രാഷ്ട്രീയ പ്രേരിതമായി കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം സൃഷ്ടിച്ചു. സ്വാഭാവികമായിട്ടുള്ള സാമ്പത്തിക പ്രയാസം ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ ഇത് അങ്ങ് തുടരുകയാണെന്ന് വെച്ചോ, നമുക്കൊരു ബി പ്ലാനില്ലേ? നമ്മുടെ മന്ത്രിമാർ കഴിവുകെട്ടവരാണോ? നമ്മുടെ ധനസ്ഥിതി അത്രയ്ക്ക് മോശമാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം. ഇനിയുള്ള നാളുകളും തീ തിന്നാനായിരിക്കും നിങ്ങളുടെ ഗതി, നിങ്ങൾക്കിതാണ് ഗതി എന്ന് തുറന്നു പറയണം. കാരണം കേന്ദ്ര സർക്കാരിന്റെ കാലിൽ ഇങ്ങനെ വീണ് കിടക്കുക അല്ലാതെ നമുക്കൊരു ബി പ്ലാൻ ഇല്ലേ? അതിന് മറുപടി പറയൂ. അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ കാലിൽ വീണ് കിടക്കേണ്ട കാര്യമൊന്നുമില്ല പ്രതീക്ഷ. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ രാജ്യത്ത്, ഫെഡറൽ സംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം, കേന്ദ്ര വിഹിതമായിരുന്നാലും നികുതി വിഹിതമായിരുന്നാലും തരുവാനും
ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ സംസ്ഥാനത്തെ സംരക്ഷിക്കുവാനുള്ള ഭരണഘടനാനുസൃതമായിട്ടുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. നിങ്ങളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, പ്രളയ കാലഘട്ടത്തിൽ ഈ കേരളത്തിന് നൽകിയ റേഷൻ വിഹിതത്തിൻ്റെ പോലും പണം പിന്നീട് ഒരു വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ചോദിച്ച് മേടിച്ച ആളുകളാണ് കേന്ദ്ര ഗവൺമെൻറ്. ഒരു സാമൂഹ്യ പ്രവർത്തനം അതിനെതിരെ വന്നില്ലല്ലോ. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സാമൂഹ്യ നിരീക്ഷകൻ വന്നില്ലല്ലോ. പ്രതിസന്ധി കാലഘട്ടങ്ങളിലെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളെ വളരെ സംരക്ഷിച്ചുകൊണ്ട് കരുതലോടുകൂടി നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. അത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ചില സാമ്പത്തികമായി ഗവൺമെൻറ് കുറച്ച് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നതുകൊണ്ട് ഈ നിലയിൽ വിപണിയിൽ ഇടപെടുന്നതിന് വേണ്ടിയുള്ള ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ് മുൻഗണന നിശ്ചയിക്കുമ്പോൾ ആദ്യ പരിഗണന കൊടുക്കേണ്ടതാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആ പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ LDF ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും എല്ലാം തന്നെ ഉണ്ടാകും. കാരണം ഇതേ ശുഭാപ്തി വിശ്വാസം ഒരുപാട് തവണ മാതൃഭൂമി ന്യൂസ് മന്ത്രിയുടെ വാക്കുകേട്ടൊക്കെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇത് മുതിർന്ന യുവ നേതാവായിരുന്ന CPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന കൗൺസിൽ അംഗത്തിന്റെ വാക്കെന്ന ഗൗരവത്തോടുകൂടി ആ ഒരു പ്രതീക്ഷ ഞാൻ ജനങ്ങൾക്ക് നമുക്ക് നൽകാം. ശ്രീ MK ഹരിദാസ്, ഇതാണ് CPയുടെ നിലപാട്. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ കൃത്യമായി, അതോ നമുക്ക് സംവിധാനങ്ങളുടെ പോരായ്മയുണ്ടോ, അത് ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുന്നുണ്ടോ? ഒരു പല്ലവി കേന്ദ്ര സർക്കാരിലേക്ക് മാത്രം, കാരണം കേന്ദ്രം വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് നമുക്കൊരു സ്റ്റേറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം, സ്റ്റേറ്റിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് ഉള്ള വിഭവശേഷികൾ വെച്ച് ജനങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന അടിസ്ഥാനത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ ശ്രീ MK ഹരിദാസ്? ഇല്ല, ഒരിക്കലുമില്ല. ഭൂനികുതി കൂട്ടി, വെള്ളക്കരം കൂട്ടി, ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി, ബസ് ചാർജ് വർദ്ധിപ്പിച്ചു. ഇനി കൂട്ടാത്തതായിട്ട് ഈ നാട്ടിൽ എന്താണുള്ളത്? എന്നിട്ട് ജനങ്ങൾ അതെല്ലാം കൊടുക്കാൻ തയ്യാറായ ഒരു സംസ്ഥാനമാണ് കേരളം. എന്ത് നികുതി വർദ്ധിപ്പിച്ചാൽ 2 രൂപ സെസ് കൂട്ടിക്കൊണ്ട് ഇവർ പറഞ്ഞു ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഇന്ധന സെസ് കൂട്ടിയപ്പോൾ അതും കൊടുത്തു. എന്നിട്ട് ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുത്തോ? അദ്ദേഹം ചോദിച്ചു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മറ്റേ സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടിയിരുന്നു സാർ, കിട്ടിയിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതിനേക്കാൾ ഭേദപ്പെട്ട തോതിൽ നമുക്ക് സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടിയിരുന്നു. അങ്ങ് ഇവിടെ പണപ്പെരുപ്പത്തിനെ പറ്റി പറഞ്ഞു. സാർ ദയവ് ചെയ്ത് അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക സാർ, 65% ജനങ്ങൾക്ക് ഈ പണപ്പെരുപ്പം എന്താണെന്ന് എഴുതാൻ പോലും അറിയില്ല. പണപ്പെരുപ്പെന്ന് ആ 65% ജനങ്ങളുടെ മേലെ ഇത്തരത്തിലുള്ള വിലക്കയറ്റം ബാധിക്കുന്നുവെങ്കിൽ അതിന് പണപ്പെരുപ്പം കൊണ്ടാണ് ഈ വിലക്കയറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കരുത് സാർ. സാർ അങ്ങയുടെ നേതാവ് VS സുനിൽകുമാർ ഞാനും കൂടി 2014 ഒരു ഫ്ലോർ ചർച്ചയിൽ പങ്കെടുത്തു സാർ. അന്ന് ഈ VS സുനിൽകുമാർ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ഇവിടെ തരിശു കിടക്കുന്ന ഭൂമിയിലെല്ലാം പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് സബ്സിഡി നൽകും. ഓരോ ടൺ പച്ചക്കറിയും കൃഷി ചെയ്തു തരുന്നവർക്ക് കൃത്യമായ തുക സബ്സിഡി നൽകുമെന്ന് മാത്രമല്ല ആ പച്ചക്കറിക്ക് കൃത്യമായ വില നൽകുകയും ചെയ്യും. ഈ VS സുനിൽകുമാർ 5 വർഷം ഇവിടെ മന്ത്രിയായിരുന്നിട്ട് 1 ടൺ പച്ചക്കറി ഈ തരിശു ഭൂമിയിൽ കൃഷി ചെയ്തോ സാർ? അപ്പൊ പറച്ചിലൊന്ന് പ്രവൃത്തി ഒന്ന് എന്നുള്ളതാണ് സാർ. താങ്കൾ പറഞ്ഞു പരിമിതികൾക്ക് നടുവിൽ, ആ പരിമിതികൾക്ക് നടുവിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തിയാണ് സാർ 4.5 കോടി ചെലവാക്കിയിട്ട് ഒരാവശ്യവുമില്ലാതെ ഇവിടെ ഒരു ലോക കേരള സഭ സംഘടിപ്പിച്ചത്. 150 കോടി രൂപ പിരിച്ചിട്ടൊരു നവകേരള യാത്ര നടത്തിയത്, 38 കോടി രൂപയ്ക്ക് കേരളീയം നടത്തിയത്. ഇതൊക്കെയാണോ സാർ പ്രയോറിറ്റി എന്ന് പറയുന്നത്? പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തുക. അതിലെന്താണ് പൂഴ്ത്തിവെപ്പ്? ഇന്നിപ്പോ ഈ മത്തിയുടെ വില പറഞ്ഞുകൊണ്ടാണ് പ്രതീക്ഷ ഈ ചർച്ച തുടങ്ങിയിരിക്കുന്നത്. താങ്കൾക്കറിയോ മത്തി വ്യാപാരികൾ പറയുന്നത് മൊത്ത വ്യാപാരികൾ മത്തി പൂഴ്ത്തിവെക്കുകയാണ്. കാരണം ഇന്നലത്തെ വിലക്കല്ല ഇന്ന് മത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ വിലക്കല്ല മുരിങ്ങക്കായും വെണ്ടക്കായും തക്കാളിയും ജനങ്ങളിലേക്ക് എത്തുന്നത്. പൂഴ്ത്തിവെക്കുന്നു. ഇടനിലക്കാർ പൈസ ഉണ്ടാക്കുന്നു. കൃഷി ചെയ്യുന്ന കർഷകനിൽ നിന്ന് തുച്ഛ വില കൊടുത്തു വാങ്ങുന്ന സാധനങ്ങൾ പൂഴ്ത്തിവെച്ചുകൊണ്ട് സാധാരണക്കാരൻ വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരു പച്ചക്കറിക്കടയിൽ 98 രൂപയുള്ള തക്കാളി തൊട്ടടുത്ത് 105 രൂപയ്ക്ക് വിൽക്കുന്നു. കാഴ്ചക്കാരായിട്ട് സർക്കാർ ഗാലറിയിൽ ഇരുന്നിട്ട് കളി കാണുന്നവരെ പോലെ കൈയടിക്കുന്നു. ഇതാണോ സാർ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പ്രാഥമികമായ ചുമതല ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാട് ഉണ്ടാക്കി തരും എന്ന പ്രതീക്ഷയോടുകൂട്ടാണ് നിങ്ങളെ അധികാരത്തിൽ കയറ്റിയത്. 2016 ഏപ്രിൽ മാസം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. എന്താണെന്നറിയോ? ഈ വിലക്കയറ്റം നിങ്ങളെയൊന്നും ബാധിക്കുന്നില്ല ജനങ്ങളെ. ഈ വിലക്കയറ്റത്തിൽ നിന്നും നിങ്ങൾക്ക് മോചിതരാവാൻ ആഗ്രഹമില്ല ജനങ്ങളെ.
സാറേ, ഇലക്ഷൻ ഒരു മാസം മുമ്പ് 2016 മെയ്യിൽ ഇലക്ഷന് മുമ്പ് ഒരു മാസം മുമ്പ് അദ്ദേഹം ചോദിച്ചതാണ്. തിരിച്ച് ഞങ്ങൾ ചോദിക്കുകയാണ് സാർ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ട ചുറ്റുപാടിൽ ഇവിടുത്തെ വിലക്കയറ്റം ഒന്ന് നിയന്ത്രിച്ചു തരൂ. ബാക്കി നിങ്ങൾ ലോക കേരള സഭയോ നവകേരള യാത്രയോ 1.5 കോടിയുടെ ബസ്സിലോ സഞ്ചരിക്കൂ. ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളുടെ വരുമാനത്തിൽ ഒരു രൂപ പോലും വർദ്ധിക്കുന്നില്ല സാർ. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് താങ്കൾ പറഞ്ഞതും. സജിലാലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു, അതായത് ഇടപെടൽ ഉണ്ടാകുമെന്ന് CPIക്ക് വേണ്ടി അദ്ദേഹം പറയുകയും ചെയ്തു. വളരെ നന്ദി ശ്രീ MK ഹരിദാസും R സജിലാൽ, വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. എന്തായാലും വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടത്. അത് മറക്കാൻ ജനം ആഗ്രഹിക്കുകയാണ്. നടപടികൾ, ഇടപെടലുകളാണ് വേണ്ടത്. ദൈനംദിനം വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ അവസ്ഥ മാതൃഭൂമി ന്യൂസ് ഓരോരോ റിപ്പോർട്ടുകളായും ക്യാമ്പയിനുകളായാലും എത്തിച്ചുകൊണ്ടേയിരിക്കും.